ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ആജീവനാന്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ മൊത്തം സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? യെസ്, സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ വലിയ വലിയ സ്കാമുകൾ നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നടക്കുന്നുണ്ട്. സോ എന്താണ് ഈ സ്കാം എന്ന് അറിയുന്നതിന് മുൻപേ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ഈ പേജിലൂടെ ലഭിക്കുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, 2 ബ്രാഞ്ചുകളിലായിട്ട് 122 കോടിയുടെ വിഡ്രോവൽ സ്കാമാണ് മുംബൈയിലെ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിൽ നടത്തിയത്. RBI ഈ ബാങ്കിൽ ഓഡിറ്റ് നടത്തിയപ്പോൾ കൊറോണ കാലം തൊട്ട് ഇന്ന് വരെ അവിടുത്തെ ജനറൽ മാനേജർ ആയിട്ടുള്ള ഹിതേഷ് മേത്ത കോടികളുടെ സ്കാം നടത്തിയിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 6 മാസത്തേക്ക് കറന്റ് അക്കൗണ്ട്, സേവിംഗ്സ് അക്കൗണ്ടിലെല്ലാം ഫണ്ടുകൾ പിൻവലിക്കാൻ പറ്റാതെയായി. RBIയുടെ അപ്രൂവൽ കിട്ടാത്തടത്തോളം ഇനി പുതിയ ലോണോ റിന്യൂവലോ നടക്കില്ല. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഫിക്സഡ് ഡെപ്പോസിറ്റും ഇനി ആ ഒരു ബാങ്കിൽ ചെയ്യാൻ സാധിക്കുകയുമില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ആ ബാങ്കിന്റെ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്കാമുകൾ കൂടി വരുന്നത്? അതേപോലെ തന്നെ ഇത് ആദ്യത്തെ സ്കാം ഒന്നുമല്ല. 6500 കോടി രൂപയുടെ PMC ബാങ്ക് തട്ടിപ്പ്, യെസ് ബാങ്കിന്റെ വിഡ്രോവൽ ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് നിങ്ങളൊരു ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് മുൻപേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മണി സേഫ് ആകാനും അതേപോലെ ഇത്തരത്തിലുള്ള സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോകും. സോ കൂടുതൽ അപ്ഡേറ്റഡ് കണ്ടന്റ്സിനായി ഈ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക.